പൊന്നു കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. ഉണ്ടോന്ന് എനിക്കറിയില്ല. പ്ലീസ് കാണണം. എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം വളച്ചൊടിച്ച് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മുക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടം. അല്ലെങ്കിൽ എന്റെ കസിനെ വിട്ടിട്ട് ഞാൻ ചോദിപ്പിക്കണോ, അതൊക്കെ എന്റെ ഇഷ്ടം ആക്കിയിട്ടുണ്ട്. രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇത് അനുവിന്റെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ മയക്കും പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള അവന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അവനെ ഒന്ന് കാണണം എന്ന് പ്രേക്ഷകർ ഇത്രമാത്രം ആഗ്രഹിക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അനമോദ കണ്ട് കൊടുക്കാനായിരിക്കും. ഇതിനകത്ത് അവസാനം രേണു പറയുന്ന ഒരു പച്ചക്കള്ളുണ്ട്. എന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള മറുപടി കറക്റ്റ് ആയിട്ട് അവിടെ കേട്ട് ഇവിടെ കേട്ട് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അതൊന്നും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ക്ലിയർ ആൻഡ് കട്ട് ആയിട്ടുള്ള ഒരു ആൻസർ വേണമായിരുന്നു. അത് ഞാൻ അനുവിനോട് ഡയറക്റ്റ് ചോദിച്ചു, മനസ്സിലാക്കി, അത് ഞാൻ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആ കസിനാണോ ഈ ക്യാമറ കസിൻ? ഒരു നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിച്ചി, രേണു ചെയ്യുമ്പോൾ ആയി. രേണു നല്ലതും ചീത്തയും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ചാനലും തുറന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു കസിനെ, നിന്റെ ബുദ്ധി വിമാനം തന്നെ. ഇത് നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധിയെ പോലെ തന്നെ രേണു സുധിയുടെ ക്യാമറാമാൻ അല്ലെങ്കിൽ രേണു സുധിയുടെ മീഡിയ ബ്രോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ വ്യക്തി എന്ന് അറിയാനായിട്ട് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകര്. അതിനുള്ള കാരണവും ആളുടെ നാവിൽ നിന്നും വരുന്ന ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഓരോരോ ചോദ്യങ്ങളാണ്. രേണു സുധിയുടെ വെസ്റ്റിന്റെ സൈസ് എത്രയാണ്, ലെസ്ബിയൻ ആണോ എന്നുള്ള അവന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അവനെ ഒന്ന് കാണണം എന്ന് പ്രേക്ഷകർ ഇത്രമാത്രം ആഗ്രഹിക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അനമോദ കണ്ട് കൊടുക്കാനായിരിക്കും. ഇപ്പോൾ രേണു സുധി എവിടെ പോയാണെങ്കിലും ഈ പയ്യൻ കൂടെയുണ്ട്. തല കഴുകുമ്പോഴാണെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഇനോഗ്രേഷൻ പോകുമ്പോഴാണെങ്കിലും എവിടെ പോയാലും ഈ ആള് കൂടെയുണ്ട്. അപ്പോൾ ഇത് ആരാണ്? ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. അതിന്റെ വോയിസ് നിങ്ങളെ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരാണെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ കേൾക്കാം. ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും, പക്ഷെ അതിന്റെ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അനുമോളുമായിട്ട് ചേച്ചിക്ക് ഇപ്പോൾ ഞാൻ കോണ്ടാക്ട് ഇല്ല. അനുമോളുമായിട്ട് എനിക്ക് ഒന്ന് കണ്ടസ്റ്റന്റ് ആരും കോണ്ടാക്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോളുണ്ടായിരുന്നു, എനിക്കറിയില്ല. അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അതിനകത്ത് പറയുന്നത്. ഈ വോയിസ് കേട്ടില്ലേ നിങ്ങള്? സെയിം ആള് തന്നെയാണ് എല്ലായിടത്തും പോകുമ്പോൾ ഉള്ളത്. ഈ പയ്യന്റെ സൗണ്ട് പലയിടത്തും കേൾക്കാം. എനിക്ക് ഇത് കേട്ടപ്പോ ഒരു ഡൗട്ട്. ബിഗ് ബോസിനോടും അറിഞ്ഞാലാണ് അറിയാതെയാണ് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കുക. എന്റെ ഈ ചാനൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ്, ഇത് ശരിയാകുമോ, എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല, ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞതാണ്, എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്യിക്കുന്ന ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം. അങ്ങനെ എന്റെ ഫ്ലൈറ്റ് വരെ മിസ്സായി. എന്റെ പൊന്നു കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പ്ലീസ് കാണണം. ഞാൻ മനഃപൂർവ്വം അല്ല, അറിയാണ്ടാണ് തെറ്റ് ചെയ്തത്. ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക. ഒരു 10 ഏട്ട വിട്ടോട്ട് എനിക്ക് സമ്മതം. 2 എന്റെ പൊന്നു കസിനെ, നിന്റെ ബുദ്ധി വിമാനം തന്നെ. ഇത് നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്റെ പൊന്നു കസിനെ എന്ന് പറഞ്ഞ് കസിന്റെ തലയിലൊക്കെ എല്ലാം ഇട്ടു. ആ കസിനാണോ ഈ ക്യാമറ കസിൻ? ഒരു കാർ വാങ്ങിയിട്ടുണ്ട്, കസിൻ ബ്രദർ ആണ് ഓടിച്ചുകൊണ്ട് എല്ലായിടത്തും പോകുന്നത്. രേണുവിന് ഡ്രൈവിംഗ് അറിയില്ല, അല്ലെങ്കിൽ ഓടിക്കാൻ താല്പര്യമില്ല എന്ന് രേണു പറയുന്നുണ്ട്. ഈ കസിനാണോ ഓടിക്കുന്നത്? എൻ്റെ ബ്രദറാണോ ഓടിക്കുന്നത്? ആ കസിനാണോ ഈ കസിനാണോ ക്യാമറ കൊണ്ട് പോകുന്ന കസിൻ? ഓരോരോ അളവും തല കുളിക്കുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ കൊണ്ടുപോകുന്ന ആ കസിൻ ക്യാമറ ബ്രോ ഇതാണോ? കസിലാണെങ്കിലും അല്ലെങ്കിൽ രേണുവിൻ്റെ പിന്നാലെ നടക്കുന്ന ഓരോ മീഡിയാസ് ആയിട്ടുള്ള ക്യാമറമാൻ ആണെങ്കിലും ആരാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ ചാനലിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് രേണു സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെ, ഈ ചാനലിലാണ് ആദ്യം ആ ഒരു വോയിസ് ഇട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ റെഡിയാക്കി കൊടുക്കുക. രേണുവിൻ്റെ കസിൻ ബ്രദറിനാണല്ലോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കൊടുത്ത് അവനെ കൊണ്ട് ഈ ഒരു ക്യാമറയും വെച്ചിട്ട് ഓരോ ചോദ്യങ്ങളും ചോദിക്കും. മൈക്കും ക്യാമറയും വെക്കും. എന്നിട്ട് അവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. ചേച്ചി ഉണ്ടാക്കി കൊടുക്കും ക്വസ്റ്റ്യൻ. എന്നിട്ട് അനിയൻ അത് കസിൻ ബ്രോ അതല്ലായിരുന്നു ചോദിക്കും. അവന്റെ ബുദ്ധി വിമാനം തന്നെ കേട്ടാ. അന്നേ അവന്റെ ബുദ്ധി അടിപൊളിയാണ്. ഓരോ ആഴ്ചയും എവിക്ഷനിൽ ചേച്ചി വരും എന്ന് അവൻ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കി എടുത്തു വെച്ചു. എന്നിട്ട് അവൻ ഓരോ ആഴ്ചയും രേണു വരുമ്പോൾ ഇത് ഇട്ടുകൊണ്ടിരിക്കും. അതേ സഹായം തന്നെയാണ് കേട്ടോ അവൻ ഇപ്പോഴും രേണുവിന് ചെയ്തു കൊടുക്കുന്നത്. ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചേച്ചി റെഡിയാക്കി തരുമ്പോൾ അനിയൻ അത് ചോദിക്കുന്നു, കസിൻ ബ്രദർ അത് ചോദിക്കുന്നു, എന്നിട്ട് ഓരോ മീഡിയാസിന് ഇത് അയച്ചു കൊടുക്കുന്നു. ഈ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാളുടെ സൗണ്ട് തന്നെയാണ്. അവൻ തന്നെയാണ് രേണു പറയുന്ന ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അവൻ ഓരോ മീഡിയാസിന് ഇട്ട് കൊടുക്കുന്നു. ഞാനതാണ് ആലോചിക്കുന്നത്, ഈ രേണുവിന് മാത്രം എന്താണ് ഇത് ഇത്ര മീഡിയ സപ്പോർട്ട്? ഇത്ര ആൾക്കാർ ഓരോരുത്തരും രേണുവിന്റെ പിന്നാലെ ഓരോന്ന്
ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? രേണുവിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണോ ഇവരൊക്കെ? ഇവർക്കത് വേറെ പണിയല്ലേ? വേറെ എത്രയോ ആൾക്കാർ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഫീഡ്സിൽ ഇത്ര ഇത് വരുന്നില്ല, രേണുവിന്റെ പിന്നാലെ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എത്ര ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? രേണു ഭയങ്കര സംഭവമാണെന്ന് സ്വയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയുഷ്കാലം മുഴുവനും രേണു ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി രേണു ചാച്ചിയുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു ബുദ്ധി ആയിരിക്കാം ഇത്, ഒരു കുബുദ്ധി ആയിരിക്കും ഇത്. അനിയനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു, അത് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നു, മീഡിയാസിന് കൊടുക്കുന്നു. പിന്നെ അവർക്ക് വേറെ പണിയില്ലല്ലോ, അവർക്ക് അത് ചാനലിൽ ഇട്ടാൽ പോരെ, അവരുടെ വീഡിയോ അവരുടെ പേജിലാണ് ഇട്ടാൽ പോരെ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ ഇത് കിട്ടും. പിന്നെ എന്തെങ്കിലും നക്കാപ്പിച്ച ആ പോക്കറ്റ് മണിയായിട്ട് ആ ബ്രോയ്ക്ക് കൊടുക്കുക, കാര്യം കഴിഞ്ഞു. അവൻ എടുക്കുന്ന പണി, എൻ്റെ കുഞ്ഞേ നിന്റെ ബുദ്ധി. അതും രേണുവിന് ഇഷ്ടപ്പെട്ട, രേണുവിന് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവർ ഇറക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് ബിഷപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കത്തി ജ്വലിച്ച് നിൽക്കായിരുന്നു. അപ്പോഴൊന്നും ഇവന്റെ ചോദ്യം ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ള മീഡിയാസാണ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോഴൊന്നും ഈ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആ വിഷയമായിരുന്നോ ചോദിക്കേണ്ട, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ ചോദിക്കാനായിട്ട്. ആ സമയത്തൊന്നും ഈ ക്യാമറമാനും ഇവരൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴിതൊക്കെ ചോദിക്കുന്നത് രേണു സുധിക്ക് ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടി രേണു സുധി തന്നെ തയ്യാറാക്കി കൊടുത്ത ഒരു ക്വസ്റ്റ്യനെയർ അവൻ വായിക്കുന്നു, അവൻ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കുന്നു. പിന്നെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി തന്നെ 2 പയ്യന്മാരെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പയ്യനിൽ ഒരാളാണ് ഇത്. ആർക്കാകുമ്പോൾ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയല്ല, സാധാ മീഡിയാസ് തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ ഫോട്ടോ എടുത്തിട്, അവരുടെ ഇവന്മാരാണ് എന്നോട് ചോദിക്കുന്നത് എന്നുള്ളത് നിരന്ന് നിൽക്കുന്നവരുടെ ഫോട്ടോസ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊന്ന് കാണട്ടെ. എന്തായാലും ആ വോയിസിനെ കുറിച്ച് രേണു സുധി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേണുവിന്റെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല, ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നേ ഞാൻ സംസാരിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിൽ ഒരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് വളച്ചു പിടിച്ചാണ് എങ്ങനെ സംസാരിക്കണം, വളച്ചൊടിച്ച്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മൂക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം, അതെന്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല, അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല, അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ എന്നാൽ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിയിട്ടല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത്, ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാനോ ഒരു ധൈര്യം വേണം കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകും. രേണു ഇതിൽ ആദ്യം പറയുന്നുണ്ട്, എനിക്ക് ആരും അവിടെ ഇവിടെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നത് മീഡിയയുടെ മുന്നിൽ തുറന്നു പറയുന്നു. രേണു എന്താ ചെയ്യുന്നത്, രേണുവിന്റെ കസിനോ രേണുവിന്റെ അടുത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും, അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് രേണു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു, അവരവരുടെ പേജിലിടുന്നു. ഇങ്ങനെയാണ് രേണു ഉണ്ടാക്കുന്നത്. എൻ്റെ പ്രേക്ഷകർ ഗോൾഡൻ ഡയറി എന്ന് പറയുന്ന ചാനലിൽ എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ അത് അനുവിനെ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചു. എനിക്ക് ഇത് അനുവിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ മയക്കും പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഞാൻ അനുവിനെ വിളിച്ച് ചോദിച്ചു, അനു എന്താണ് എന്നുള്ളത്, കറക്റ്റ് കാര്യം എന്താണെന്നുള്ളത് കേട്ട് എന്നിട്ട് അനുവിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ആ ഒരു വോയിസ് അവിടെ ഇട്ടു. രേണു എന്താ ചെയ്തേ, രേണു പറയാനുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് കസിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് രേണു അത് പബ്ലിഷ് ചെയ്യുന്നു. അതിപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചോണ്ട് അല്ലെങ്കിൽ മൈക്കും പിടിച്ചോണ്ട് ഞാൻ അത് തിരുവനന്തപുരത്ത് പോയിട്ട് അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കണോ, അല്ലെങ്കിൽ എൻ്റെ കസിനെ വിട്ടിട്ട് ഞാൻ ചോദിപ്പിക്കണോ, അതൊക്കെ എൻ്റെ ഇഷ്ടം. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള മറുപടി കറക്റ്റായിട്ട് അവിടെ കേട്ട് ഇവിടെ കേട്ട് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അതൊന്നും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എനിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആൻഡ് കട്ടായിട്ടുള്ള ഒരു ആൻസർ വേണമായിരുന്നു. അത് ഞാൻ അനുവിനോട് ഡയറക്റ്റ് ചോദിച്ചു, മനസ്സിലാക്കി, അത് ഞാൻ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആ കമൻറ്റ് ബോക്സ് നിങ്ങൾ കയറി നോക്ക്, ഓരോ പ്രേക്ഷകരും പറയുന്നത് അതൊക്കെ തന്നെയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് സത്യാവസ്ഥ അറിയണത്. രേണു ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ പച്ചക്കള്ളങ്ങളൊക്കെ അങ്ങോട്ട് വെള്ളം കുടിക്കാതെ മെഴുകാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് രേണുവിന് എന്ത് തോന്നിയവാസവും ഏത് ചാനലിൽ കയറിയിട്ടും ഏത് മീഡിയാസിന്റെ മുന്നിലോ എന്തും വിളിച്ചു പറയാം. അതിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ വിളിച്ചു പറയുമ്പോൾ ചീത്ത, അയ്യോ ചീത്ത, നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിച്ചി, രേണു ചെയ്യുമ്പോൾ ആയി. രേണു നല്ലതും ചീത്തയും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ചാനലും തുറന്നിരിക്കുന്നത്. ഇതിനകത്ത് അവസാനം രേണു പറയുന്ന ഒരു പച്ചക്കള്ളുണ്ട്, എനിക്ക് തിരക്കുള്ളതുകൊണ്ട് ഞാൻ പോയില്ല, അനുമോൾക്ക് തിരക്കുള്ളതുകൊണ്ട് അനുമോൾ പോയില്ല, അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അങ്ങനെയാണോ രേണു പറഞ്ഞത്? രേണു അങ്ങനെയാണോ പറഞ്ഞത്? ദാ നമുക്ക് ആ വോയിസ് ഒന്നുകൂടിയും കേൾക്കാം. ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു, എല്ലാവരും അനുമോൾ ഉണ്ടായിരുന്നു. അനുമോളും നിങ്ങളും തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടെന്നാണല്ലോ പറയുന്നത്, വേണം അവൻ ചോദിക്കുന്നേ. അതിന് രേണു പറയുന്ന മറുപടി, ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു. ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു, എല്ലാവരും അനുമോൾ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല.
ഇതിൽ ബിന്നിയുടെ കാര്യം പറയേണ്ട എന്താ ആവശ്യമിരിക്കുന്നു? അനുമോളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അനുമോളും രേണുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അതിന് മറുപടി കൊടുത്താൽ പോരെ. എന്തിനാണ് ബിന്നിയുടെ കാര്യം എടുത്തിടുന്നത്? ബിന്നിയുടെ ഷോപ്പിന്റെ ലോഞ്ചിന് അനുമോള് പോയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ എടുത്തിടേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് ഇന്നലെ രാത്രി കുത്തിരുന്നിട്ട് ചേച്ചി അനിയനും കൂടി ഉണ്ടാക്കിയിരുന്ന സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് ബിന്നിയുടെ ഫംഗ്ഷൻ അനു വരാത്തത് തിരക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന്. എവിടെ പറഞ്ഞു? ഓരോടത്തും പറഞ്ഞില്ല. എങ്ങനെ പറ്റുന്നു ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് ഇത്ര പബ്ലിക്കായിട്ട് പച്ചക്കള്ളം പറയാൻ? സംസാരിക്കണം വളച്ചൊരു ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മൂക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെൻ്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് അനുവിന്റെ വിഷയം അവിടെ എടുത്ത് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു രേണുവിന്. ചേച്ചി അനിയനും കൂടി വീഡിയോ എടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്ത് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കും. തിളങ്ങി നിൽക്കണമല്ലോ ലൈം ലൈറ്റിൽ അല്ലേ. അപ്പൊ ഞാൻ ഒരു കാര്യം ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചതാണ്, അല്ലാണ്ട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞതല്ല. രഹസ്യമായിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കിയിട്ടുമുണ്ട്. രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ക്യാമറയും പൊക്കിയെടുത്തിട്ട് മൈക്കും പൊക്കിയെടുത്തിട്ട് അനുവിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചോദിക്കാൻ പറ്റുമോ? ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു. കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതൊരു പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ രഹസ്യമൊന്നും നടന്നിട്ടില്ല. പകല് പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. വളച്ചൊടിക്കുന്നത് രേണുവാണ്. രേണുവിൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചോളൂ. പക്ഷെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയല്ലേ. ഒരു കാര്യത്തിലും ഇടപെടാതെ നിൽക്കുന്ന അനുമോളെ വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യം രേണുവിനില്ല. പിന്നെ രേണു അത് പറയുന്നുണ്ട്, അനുമോൾക്ക് തിരക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട് രേണു? എവിടെ പറഞ്ഞിട്ടുണ്ട്? അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ എന്നാൽ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിയിട്ടല്ലേ? റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നു. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവം. റീച്ചിന് വേണ്ടി വളച്ചൊടിക്കുന്നു. രേണു ആണ് ഓരോ റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കി തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കി ഓരോന്നൊക്കെ കുത്തിപ്പൊക്കി വരുന്നത്. നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിലും രേണു ഇതുപോലുള്ളതൊന്ന് കുത്തിപ്പൊക്കും. കാരണം ഒരു കസിൻ ബ്രോനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇങ്ങനെ വോട്ട് ഓരോ ആഴ്ചയും ചേച്ചി വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓരോ ആഴ്ചയിലുള്ളത്. ആ ബ്രോ എന്നിട്ട് അന്ന് ക്യാമറ മുന്നിൽ ഒന്നും പറഞ്ഞില്ല. കാരണം ബ്രോ കസിനെ എൻ്റെ പൊന്നു കസിനെ നോക്കി കണ്ടൊക്കെ ചെയ്യട്ടോ എൻ്റെ കസിനെ എന്ന് പറഞ്ഞില്ലേ. അത് തന്നെയാണ്. ആ ബുദ്ധി കാഞ്ഞ ബുദ്ധിയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു, ഈ 72 ക്യാമറകളും കാണാതിരുന്ന രേണുവിനെ എവിടെന്നും ഇവിടെന്നും ഓരോക്കെ വീഡിയോ കണ്ടിട്ട് രേണുവിനെ കുറിച്ച് പോസിറ്റീവ് വീഡിയോ ഇട്ടിട്ട് ഞാൻ കരുതിയിരുന്നത് ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്, ഒരു മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഷ്ടപ്പെടുന്ന അതിൻ്റെ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു സ്ത്രീയുടെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ സമയത്ത് ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ രേണു ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞു വിളിക്കുകയാണ്. രേണുവിനോട് മണ്ടത്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. രേണു അതിലും വലിയ മണ്ടത്തരങ്ങളായിട്ടുള്ള ആൻസേഴ്സ് പറയുന്നു. രേണുവിൻ്റെ വില രേണുവായിട്ട് തന്നെ ഇല്ലാതാക്കാണ്. രേണുവിനോട് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. രേണു തന്നെ അതൊന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. രേണുവിൻ്റെ ഇത് തന്നെയാണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കൊള്ളാം. ഇതൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചിയും അനിയനും കൂടി വീട്ടിലിരിക്കേണ്ടി വരും. കസിൻ കൂടെ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ക്യാമറ ഒരു ഇത് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ എല്ലാവരും ഇത് കസിൻ ബ്രോനും കൊണ്ടല്ലല്ലോ നടക്കുന്നത്. അതുകൊണ്ട് രഹസ്യമായി പറയുന്നു എന്നുള്ള വാക്കൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. കുറെ പേര് എന്നോട് ചോദിച്ചു ആരാണ് ഈ ക്യാമറമാൻ, ഏതാണ് ഈ മീഡിയക്കാരൻ, ഇവൻ ആരാണ് കിട്ടിയോ ചേച്ചി ഇവനെ എന്നുള്ളത്. എൻ്റെ മക്കളെ എനിക്ക് തോന്നുന്നത് ഈ അന്ന് ബിഗ് ബോസിൽ കാണിച്ചില്ലേ ഒരു ഭയങ്കര ഐഡിയ ഓരോ ആഴ്ചയും ഉള്ളത്. ലാലേട്ടൻ വരുന്ന ലാസ്റ്റ് ട്രോളി അടുത്ത ആഴ്ചത്തേക്കുള്ളത് എനിക്ക് തരും, ഞാൻ വേണമെങ്കിൽ ഞാനിടാം എന്ന് ലാലേട്ടൻ വരെ രേണുവിനെ ട്രോളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതേ കസിനില്ലേ ആ കസിൻ്റെ ബുദ്ധി ആയിരിക്കും ഇത്. ചേച്ചി ഞാൻ എടുത്ത് വെക്കാം, പിന്നെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോഴാണോ ഇതൊക്കെ എടുത്തിട്ട്? എന്തായാലും രേണുവിൻ്റെയും കസിൻ്റെയും അടിപൊളി ബുദ്ധിയാണ്. രേണുവിനെ പോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാട്ടോ. ഇതുപോലുള്ളൊരു കസിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മുടെയൊക്കെ കസിനോട് പറഞ്ഞാൽ ചൂരിലും കൊണ്ട് വരും. എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും